Hi dears, welcome to ACS Online class. നമ്മൾ പ്രാക്ടീസ് ബുക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞു. നമ്മൾ പഠിച്ച ഭാഗത്തിന്റെ വരെയുള്ള എല്ലാ വർക്കും പ്രാക്ടീസ് ബുക്കിൽ ചെയ്തു കഴിഞ്ഞു. നമുക്ക് വീണ്ടും ടെക്സ്റ്റ് ബുക്ക് പഠിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പുതിയ ചാപ്റ്റർ ആണ്, പേജ് നമ്പർ 60, ദ ജങ്ക് സെല്ലർ. എന്താണ് ജങ്ക് സെല്ലർ എന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗശൂന്യമായ വസ്തുക്കളെ വിൽക്കുന്ന ഒരു കച്ചവടം. ഓക്കെ, കച്ചവടം ചെയ്യുന്ന ഒരു ആളെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഉപയോഗശൂന്യമായ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ആക്രി, അങ്ങനെയുള്ള ഐറ്റംസ്. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ആക്രി അല്ലെ, ആക്രി സാധനങ്ങളൊക്കെ വിൽക്കുന്നു. അതും ഒരു ബിസിനസ് തന്നെയാണ്. നമുക്കറിയാം, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് പൈസ അല്ലെ, ഏത് ബിസിനസ് ആണോ ചെയ്യുന്നത് ആ ബിസിനസ്സിന് വേണ്ടി നമ്മൾ നമ്മുടെ കയ്യിൽ സ്വല്പം പൈസ ആദ്യം ചെലവഴിക്കണം അല്ലെ. എന്നിട്ട് എന്താണ് ആ ബിസിനസ് ചെയ്യുന്നതിനിടക്ക് എന്താണ് നമുക്ക് ലാഭം കിട്ടും. നമ്മൾ മുടക്കിയ പൈസയും പിന്നെയോ നമ്മുടെ കഷ്ടപ്പാടിന്റെയും ഒക്കെ ലാഭവിഹിതം നമുക്ക് കിട്ടും അല്ലെ, ലാഭവും കിട്ടും. അതാണ് നമ്മൾ ബിസിനസ്സിന്റെ പ്രോഫിറ്റ് അല്ലെ. നമ്മൾ ആദ്യം കുറച്ച് പൈസ മുടക്കേണ്ടി വരും, പിന്നീടോ നമുക്ക് നമ്മൾ മുടക്കിയ പൈസയും അതിന്റെ ലാഭവും നമുക്ക് തിരിച്ചു കിട്ടും അല്ലെ. ഇനി ഈ ചാപ്റ്ററിലോട്ട് പോകാം. ചാപ്റ്റർ 6 ജങ്ക് സെല്ലർ. ഇവിടെ ഒരു ആക്രി വിൽക്കുന്ന ഒരു സ്ത്രീയുടെ ബിസിനസ് രീതികളും എത്ര ലാഭം, എങ്ങനെയൊക്കെയാണ് ആ സ്ത്രീ ബിസിനസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കണക്കുകളും എല്ലാം ഈ ചാപ്റ്ററിലൂടെ നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, എക്സാമ്പിൾ ആയിട്ടാണ് ഈ ചാപ്റ്റർ. എല്ലാ ബിസിനസ്സിനും ഉണ്ട്. എന്താണ്, നമ്മൾ ആദ്യം കുറച്ച് പൈസ മുടക്കും, പിന്നെ നമുക്ക് ആ പൈസ നമ്മൾ മുടക്കിയ പൈസയും അതിന്റെ ലാഭവും ഇതും കുറച്ച് അധികം പൈസയും കിട്ടും. എല്ലാ ബിസിനസ്സും അങ്ങനെയാണ് അല്ലേ. നമുക്ക് പഠിക്കേണ്ട ചാപ്റ്റർ പഠിക്കാം. ദ ജങ്ക് സെല്ലർ. ഹാവ് യു എവർ മെറ്റ് Kabiri Wali, a woman who sells junk? This is a true story told by Kiran, who has a junk shop in Patna. എന്താണ് പട്ന എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു കാബിരി വാലി, അതൊരു ഹിന്ദി വാക്കാണ്. അതായത് ഈ ആക്രിയൊക്കെ വിൽക്കുന്ന ഒരു അതിന്റെ കച്ചവടത്തിൽ നൽകുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ? പട്ന എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ എന്താണ് കിരൺ എന്ന പേരുള്ള ഒരു സ്ത്രീയുടെ യഥാർത്ഥ ജീവിതത്തിന്റെ ബിസിനസിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. സത്യമായിട്ടുള്ള സ്റ്റോറിയാണ് എന്നാണ് അവർ പറയുന്നത്. ഇതൊരു സ്റ്റോറി പോലെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ്. അതായത് ആ സ്ത്രീ എത്ര രൂപയ്ക്ക് സാധനങ്ങളൊക്കെ ആക്രി വാങ്ങിക്കുന്നു, ഇത്ര രൂപയ്ക്ക് വിൽക്കുന്നു, ലാഭവിഹിതം ഇത്ര കിട്ടുന്നു, എങ്ങനെയൊക്കെയാണ് ആ സ്ത്രീ, ഏതൊക്കെ കാര്യങ്ങളാണ് ആ സ്ത്രീ ബിസിനസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ബിസിനസ്സുകാരോടൊക്കെ ഡീല് ചെയ്യുന്നത്, ലാഭം എങ്ങനെയൊക്കെ കിട്ടും എന്നൊക്കെയുള്ള കണക്കുകളെല്ലാം മനസ്സിലാക്കി എങ്ങനെ ഇത് അതിസമർത്ഥമായി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും. ഒരു സ്റ്റോറി പോലെയാണ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ്. അപ്പോൾ കിരൺ എന്ന പേരുള്ള ഒരു സ്ത്രീയെ നമുക്ക് പരിചയപ്പെടാം. അവർ ആക്രി ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പട്നയിലാണ് താമസിക്കുന്നത്. I studied in a Hindi medium school in my village. ഞാനൊരു ഹിന്ദി മീഡിയം സ്കൂൾ, നമ്മളിവിടെ കേരളത്തിലെ മലയാള മീഡിയം പറയുന്ന പോലെ നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി മീഡിയം സ്കൂളിലാണ്, ഒരു ഗ്രാമത്തിലെ ഹിന്ദി മീഡിയം സ്കൂളിലാണ് ഈ കിരൺ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ പഠിച്ചിരുന്നത്. My father wanted girls to study like boys. എന്താണ് എൻ്റെ പിതാവിന്, ആ സ്ത്രീയുടെ പിതാവിനെ ഈ കിരൺ എന്ന് പറയുന്ന ആ കുട്ടി നല്ലപോലെ ആണുങ്ങളെ പോലെ, ചിലര് ആണുങ്ങൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം നൽകുന്നവരാണല്ലേ, പെണ്ണുങ്ങളെ പിടിച്ച് നിർത്തി വിവാഹം ചെയ്ത് വിടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ കിരൺ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ വാപ്പ എന്താണ് നല്ല വിദ്യാഭ്യാസം മക്കൾക്ക്, ആണുങ്ങളെ പോലെ തന്നെ പെൺമക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. I love Hindi and science, but I hated maths. എന്താണ് സംഭവിച്ചെന്ന് പറ്റി? എനിക്ക് ഹിന്ദിയും സയൻസും ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ കിരൺ പറയാണ്, കിരൺ എന്നാണ് ആ സ്ത്രീയുടെ പേര്. കിരൺ പറയാണ്, എനിക്ക് ഹിന്ദി പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് ഹിന്ദിയും സയൻസും ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ എനിക്ക് മാത്സ് ഇഷ്ടമേ അല്ലായിരുന്നു. ടുഡേ മാത്സ് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ ഫോർ മൈ വർക്ക്. പക്ഷെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മാത്സ് എന്ന സബ്ജക്റ്റില്ല, മാത്സിൽ പഠിച്ച കാര്യങ്ങളാണ്. I could never imagine this in school. പക്ഷെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഇഷ്ടപ്പെടാവുന്ന ഒരു വിഷയമാണ് മാത്സ് അല്ലേ. അപ്പോൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ലൈഫിൽ, എൻ്റെ ബാക്കിയുള്ള ജീവിതത്തിൽ മാത്സ് എന്ന ആ സബ്ജക്റ്റിൽ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഉപയോഗം വരും എന്നുള്ള കാര്യം സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. What about you? നിങ്ങൾക്ക് എങ്ങനെയാണ്? Do you also find
മാത്സ് ഡിഫിക്കൽട്ട്? നിങ്ങൾക്കും മാത്സ് വളരെ പാടായിട്ടാണോ അതോ എളുപ്പമായിട്ടാണോ തോന്നുന്നത്? ഡിഫിക്കൽട്ട് പാടായിട്ടാണോ തോന്നുന്നതെങ്കിൽ യെസ് എന്ന് എഴുതുക, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതുക കേട്ടോ. വാട്ട് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ഇൻ യുവർ മാത്സ് ബുക്ക്? ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാഠം അല്ലെങ്കിൽ സെക്ഷൻ ഏതാണ് നിങ്ങളുടെ മാത്സ് ബുക്കിൽ ഏറ്റവും നിങ്ങൾക്ക് തോന്നിയ കാര്യം എഴുതാനാണ് പറയുന്നത്. നിങ്ങളുടെ മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗം, അഡീഷൻ ആണെങ്കിൽ സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അങ്ങനെ അല്ലെങ്കിൽ ചാപ്റ്ററിന്റെ പേരാവാം. അപ്പൊ ഏറ്റവും കൂടുതൽ പഠിക്കാൻ പ്രയാസം തോന്നിയിട്ടുള്ളത് ഏത് പോർഷനാണോ ഏത് സെക്ഷനാണോ ആ സെക്ഷൻ ഏതാണോ അത് പെൻസിൽ വെച്ചല്ലാതെ അവിടെ എഴുതുക. ഇനി വാട്ട് ഡു യു തിങ്ക് ഈസ് ദ ഈസിയസ്റ്റ് ലെസൺ? ഇനി ഏറ്റവും പഠിക്കാൻ ഏറ്റവും എളുപ്പം തോന്നിയിട്ടുള്ളത് ഏത് ചാപ്റ്ററാണ് ഏത് ലെസനാണ് എന്നൊന്ന് നോക്കിയിട്ട് അതും ആ ലെസന്റെ പേരും അവിടെ എഴുതുക. ഇത് മസ്റ്റായിട്ട് മിസ്സിന് ഹോംവർക്കായിട്ട് അയച്ചു തരണം കേട്ടോ, എന്നാലേ മിസ്സിന് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി when I was young, my father died in an accident. കിരൺ പറയാണ്, ഇനി കിരൺ പറയുന്ന കാര്യങ്ങളോട് പോവാണ്. കിരൺ വളരെ ചെറുപ്പത്തിൽ തന്നെ കിരണിന്റെ എന്താണ് പിതാവ് അല്ലെങ്കിൽ അച്ഛൻ മരിച്ചുപോയി. So my mother worked as a servant in some houses. എന്താണ് അമ്മ ഒരു വീട്ടുവേലൊക്കെ ആയിട്ട് വീട്ടു ജോലികളൊക്കെ ചെയ്ത് ജീവിച്ചു വരുവായിരുന്നേ, അമ്മയും കിരൺ മക്കളും എല്ലാവരും. We had a difficult time. വളരെ മോശമായിട്ടുള്ള സമയം, അച്ഛൻ മരിച്ചതിന് ശേഷം വളരെ മോശമായിട്ടുള്ള സമയമായിരുന്നു. I had to leave school after class 8. എന്താണ് 8ാം ക്ലാസ് വരെ പഠിക്കാനേ കിരണിന് സാധിച്ചുള്ളൂ, ബാക്കി അങ്ങോട്ട് തുടർന്ന് പഠിക്കാൻ കിരണിന് സാധിച്ചില്ല. അപ്പോൾ ക്ലാസ് നിർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. I wanted to study more, but my mother got me married. പക്ഷെ എനിക്ക് ഒരുപാട് പഠിക്കണം, ഇനി 8ാം ക്ലാസ് കഴിഞ്ഞ് ഇനിയും നല്ല ഉന്നത വിദ്യാഭ്യാസം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ കിരണിന്റെ അമ്മ എന്ത് ചെയ്തു? കിരണിന്റെ അമ്മ കിരണിനെ വിവാഹം ചെയ്തയച്ചല്ലേ. My husband's family lived in a mud house. പക്ഷെ എന്താണ് ഈ കിരണിന്റെ ഭർത്താവിന്റെ വീട്ടുകാര് ഒരു നമ്മുടെ ഈ മഡ് ഹൗസ്, ഈ ചെടിയൊക്കെ വെച്ചിട്ടുള്ള പഴയ സിമെന്റ് ഒന്നും അല്ലാത്ത ഇങ്ങനെ അങ്ങനത്തെ ഒരു കുഞ്ഞു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. His 2 brothers and his sister did not go to the school. He had a tea stall. ഭർത്താവിന്റെ വീട്ടിലുള്ള ഭർത്താവിന്റെ 2 സഹോദരങ്ങളും ഒരു സഹോദരിയും, ഭർത്താവിന്റെ 2 സഹോദരങ്ങളും ഒരു സഹോദരിയും സ്കൂളിലേ പോയിട്ടില്ലായിരുന്നു, സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് പോയിട്ടേ ഇല്ലായിരുന്നു. പിന്നെ ഭർത്താവിന്റെ ജോലി എന്താണ്? ഒരു ചായക്കട, ടീ സ്റ്റോൾ ആയിരുന്നു അല്ലെ, ഒരു ചായക്കടയായിരുന്നേ. ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് ഫോർ എ കപ്പ് ഓഫ് ടീ. അങ്ങനെയെങ്കിൽ ഒരു കപ്പ് ചായയുടെ വില എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. Ask people and find out the cost of a cup of tea. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോട്, പാപ്പായോടോ ഉമ്മായോടോ അല്ല സഹോദരങ്ങളോടൊക്കെ ഒന്ന്, മുതിർന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ചോദിക്കുക. എന്താണ് അറ്റ് എ ടീ സ്റ്റോളില്, അതായത് ചായക്കടയിൽ ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായയുടെ വില എത്രയാണ് എന്നൊന്ന് ചോദിക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അവിടെ എഴുതിക്കുക എല്ലാവരും. ₹5. എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാപ്പയോടോ ഉമ്മയോടോ ഒക്കെ ചോദിച്ച് എഴുതാം കേട്ടോ. മിസ് പറയാണ് ₹5. അതായത് ഒരു ചായക്കടയിൽ ഒരു ഗ്ലാസ് ചായയുടെ വില ₹5. ഇനി അറ്റ് എ ഹോട്ടൽ. നമ്മൾ ഹോട്ടലിലോട്ട് പോകണം അല്ലെ, ചായക്കടയൊക്കെ വിട്ട് തട്ടുകടമുള്ള കടയൊക്കെ വിട്ട് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കൂടിയ ഹോട്ടലിലോട്ട് പോകണം. അപ്പം അവിടെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് ചായയുടെ വില എന്തായിരിക്കും? എക്സാമ്പിൾ പറയാണ്, ഉമ്മയുടെ വാപ്പയോടെ ചോദിച്ചിട്ട് എഴുതുക. മിസ്റ്റർ എക്സാമ്പിൾ പറയാണ് ₹30. ഓക്കെ, അപ്പോൾ ഒരേ ഗ്ലാസ് ചായക്കടയിൽ നിന്ന് കുടിച്ചപ്പോൾ ₹5, എന്താണ് ഒരു ഹോട്ടലിൽ നിന്ന് കുടിച്ചപ്പോഴും ₹30 ആണ്. ഓക്കെ, if a person who runs a tea stall earns ₹30 in a day, how much will he earn in 10 days? എന്താണ് ഇപ്പോൾ ഒരു വ്യക്തി, ഇപ്പോൾ കിരണിന്റെ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു വ്യക്തി ഇപ്പൊ ചായക്കട നടത്തുകയാണെങ്കിൽ എന്താണ് ഒരു ദിവസം അദ്ദേഹത്തിന് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ വരുമാനം ₹30 ആണെങ്കിൽ, ഒരു ദിവസം കിട്ടുന്നത് 30 രൂപയാണെങ്കിൽ 10 ദിവസം അദ്ദേഹത്തിന് എത്ര രൂപ കിട്ടും? അല്ലെങ്കിൽ ഒരു ദിവസം 30 ആണെങ്കിൽ 10 ദിവസമോ 30 + 30 + 30 + 30 അങ്ങനെ 30 എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം 30 ആഡ് ചെയ്യണം അല്ലെ. 30 ഒരു ദിവസം 30 ആണ്, രണ്ടാമത്തെ ദിവസം 30, മൂന്നാമത്തെ ദിവസം, നാലാമത്തെ ദിവസം, പിന്നെ 5, 6, 7, 8, 9, 10. അപ്പം ടോട്ടൽ 10 ദിവസം 30 രൂപ വീതം കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ
10ാമത്തെ ദിവസം ടോട്ടൽ എത്ര രൂപ ആ 10 ദിവസവും കിട്ടി എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എല്ലാം കൂടെ ആഡ് ചെയ്യണം അല്ലേ? ഇപ്പൊ 30+30+ അങ്ങനെ 10 പ്രാവശ്യം ആഡ് ചെയ്യാം. 30 10 പ്രാവശ്യം ആഡ് ചെയ്യാം. എളുപ്പത്തിൽ 30 × 10 എന്ന് ചെയ്യാം. അപ്പോൾ റുപ്പീസ് എന്താണ്? 10 ദിവസം ആയപ്പോൾ റുപ്പീസ് 300 കിട്ടി അല്ലേ? ഓക്കെ, 10 ദിവസം ഇങ്ങനെ എഴുതി ആഡ് ചെയ്ത് പോകുന്നതിനെക്കാട്ടി എളുപ്പം 30 രൂപ 10 ദിവസം 30 × 10 റുപ്പീസ് 300 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 10 ദിവസം കിട്ടിയ വരുമാനം എത്രയാണ്? റുപ്പീസ് 300 ആണ്. ഇനി ആൻഡ് ഇൻ എ മന്ത്, അങ്ങനെയെങ്കിൽ ഒരു മാസം കിട്ടുന്ന വരുമാനം എത്രയായിരിക്കും? ഒരു ദിവസം 30 ആണ്. 30 പോലെ 30 പ്രാവശ്യം ആഡ് ചെയ്യേണ്ട വരും അല്ലെ? 10 ദിവസം ആയപ്പോൾ 30 10 പ്രാവശ്യം ആഡ് ചെയ്തു. 20 ദിവസം ആയപ്പോഴോ 30 20 പ്രാവശ്യം ആഡ് ചെയ്യേണ്ട വരും. 30 ദിവസം, ഒരു മാസം എന്ന് പറഞ്ഞാൽ 30 ദിവസം വരും അല്ലെ? ഏകദേശം 30 ദിവസം നോക്കണ്ട, 30 ദിവസം. ഓക്കെ, അപ്പോൾ 30 എന്താണ്? 30 ദിവസം 30+30+30+ അങ്ങനെ 30 പ്രാവശ്യം ആഡ് ചെയ്തതിനെക്കാട്ടി എളുപ്പം 30 × 30. ഒരു ദിവസം കിട്ടിയ വരുമാനം എത്ര? ഒരു മാസം 30 ദിവസം. ഓക്കെ, അപ്പൊ 30 × 30 എന്താണ്? റുപ്പീസ് 900. അപ്പോൾ ഒരു മാസം കിട്ടിയത് ഒരു ചായക്കടക്കാരന് 10 ദിവസം 300 രൂപ കിട്ടി. ഒരു ദിവസം 30 രൂപ കിട്ടി. അങ്ങനെയെങ്കിൽ 10 ദിവസം 300 രൂപ കിട്ടി. അങ്ങനെയെങ്കിൽ 30 ദിവസം 900 റുപ്പീസ് കിട്ടി. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാവരും എഴുതിക്ക് 30 × 30 = 900. ഹൗ ഡിഡ് യു ഗെറ്റ് ദ ആൻസർ? ഡിസ്കസ്. പറഞ്ഞ കാര്യങ്ങളാണ്. എങ്ങനെ ആൻസർ കിട്ടി? ഇങ്ങനെയാണ് അല്ലേ? ഓക്കെ, ഇനി വീണ്ടും കിരൺ പറയുന്ന കാര്യങ്ങളോട് പോകുന്നത്. ഐ തോട്ട് ഓഫ് സ്റ്റാർട്ടിങ് മൈ ഓൺ ബിസിനസ്. ഞാൻ ചിന്തിക്കുകയാണ് എൻ്റെ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമായിരുന്നു എന്ന് കിരൺ ചിന്തിക്കണേ. ഐ തോട്ട് ഐ ഷുഡ് ഓപ്പൺ എ ബാംഗിൾ ഷോപ്പ് ഓർ എ ടൈലർ ഷോപ്പ്. അപ്പോൾ ഭർത്താവിൻ്റെ വരുമാനം തീരെ കുറവാണ് അല്ലേ? ഈ ഒരു ദിവസം 30 രൂപ കിട്ടുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെയാണെങ്കിൽ നമുക്കൊരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു മിഠായിയൊക്കെ വാങ്ങിക്കുമ്പോഴത്തേന് 30 രൂപ ആകത്തില്ലേ? അപ്പോൾ അത്രയും വരുമാനം ഒന്നും പോകലായിരുന്നു കിരണ് മനസ്സിലായി. അപ്പോൾ കിരൺ എന്താ തീരുമാനിച്ചു? സ്വന്തമായിട്ട് ഭർത്താവിൻ്റെ ചായക്കട കൊണ്ട് സ്വന്തമായിട്ട് ബിസിനസ് കൂടെ ചെയ്ത് പൈസ ഉണ്ടാക്കാം എന്ന് കരുതുകയാണ്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്തു? കിരൺ ചിന്തിക്കുകയാണ്, ഒരു വളയുടെ കട, ഒരു ബാംഗിൾ ഷോപ്പ്, വളയുടെ കട അല്ലെങ്കിൽ ടൈലർ ഷോപ്പ്, തുണി തയ്ക്കുന്ന ടൈലർ ഷോപ്പ് നടത്താം, തയ്യൽ കട നടത്താം എന്നൊക്കെ ചിന്തിച്ചു പോയി. But my uncle said that we could earn a lot by opening a junk shop. അപ്പം എന്താണ് ഈ കിരണിന്റെ അങ്കിള് പറഞ്ഞു കൊടുത്തു, നീ വളയുടെ കടയാണെങ്കിലും തയ്യൽ കടയാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനെക്കാട്ടി കൂടുതൽ വരുമാനം നിനക്ക് ജങ്ക് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ ആക്രിയുടെ ഒരു കട അല്ലെ? ആക്രിയുടെ ഒരു കട സ്റ്റാർട്ട് ചെയ്താൽ അതിൽ നിന്ന് കിട്ടും നിനക്ക് ഒരുപാട് വരുമാനം, ഒരുപാട് പൈസ കിട്ടും എന്ന് അങ്കിൾ പറഞ്ഞു കൊടുക്കും അല്ലെ? ഈ വളക്കടയെക്കാട്ടിയും തയ്യൽ കടയെക്കാട്ടിയും ആക്രി കടയിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടുമെന്ന് അങ്കിള് പറഞ്ഞു കൊടുത്തു കിരണ്. In 2001, my mother-in-law and I opened a junk shop. 2001 അല്ലെ? ഇപ്പോൾ 2020 ആണ്. 2001 എന്ത് ചെയ്തു? കിരണിന്റെ എന്താണ് ഹസ്ബൻഡിന്റെ അമ്മയും അല്ലെ മദർ-ഇൻ-ലോയും ഒരു ജങ്ക് ഷോപ്പ് ഓപ്പൺ ചെയ്തു, ഒരു ആക്രി കട സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. We took a loan of rupees 8,000 for a shop. ബാങ്കിൽ നിന്ന് 8,000 റുപ്പീസ്, നമ്മുടെ കയ്യിൽ 8,000 റുപ്പീസ് ഒന്നും എടുക്കാനില്ല. അപ്പം നമുക്കറിയാം, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് കുറച്ച് പൈസ, ഒരു കടമുറിക്ക് ഒരു പൈസ ആകും, സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കണമെങ്കിൽ പൈസ ആകും അല്ലെ? അപ്പൊ ഇതിനൊക്കെ വേണ്ടി അവരുടെ പൈസ ഇല്ലാത്തത് കൊണ്ട് അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, rupees 8,000 റുപ്പീസ് ലോൺ എടുത്തു. എന്നിട്ടോ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് എ ലോൺ. അങ്ങനെയെങ്കിൽ എന്താണ് ലോൺ എന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടണം. ഹാവ് യു എവർ ഹേർഡ് ഓഫ് സം ടേക്കിംഗ് എ ലോൺ ഫോർ വാട്ട്? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ഈ ലോൺ എടുക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടാവോ? ലോൺ എടുക്കുന്നത് എന്തിനാണ്? നമ്മളുടെ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയി കുറച്ച് പൈസ കടം വാങ്ങിക്കും അല്ലെ? കടം വാങ്ങിക്കുന്നതാണ് ലോൺ. പക്ഷെ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആ വാങ്ങിച്ച പൈസ മാത്രമല്ല, കുറച്ച് കൂടുതൽ പൈസ ബാങ്കുകാർക്ക് കൊടുക്കേണ്ടി വരും. പലിശ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും അല്ലെ? അതൊരു ഒരു രീതിയാണ്. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ. അപ്പൊ നമ്മൾ അവിടെ എന്ത് എഴുതണം? ഫോർ വാട്ട്? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ അവർ നീഡ്സ്.
ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള സഹായത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്. അവിടെ എഴുതിക്കാൻ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. FINANCIAL ഫിനാൻഷ്യൽ. FINANCIAL ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ASSISTANC ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. നമ്മൾ സാമ്പത്തികമായിട്ടുള്ള സഹായത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നത് അല്ലെ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്. ഹൗ മച്ച് ലോൺ വാസ് ടേക്കൺ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പരിചയമുള്ള ആരെങ്കിലും അല്ലെങ്കിൽ വാപ്പായോ എന്തെങ്കിലും ബിസിനസ്സിന് ലോൺ എടുത്തിട്ടുണ്ടോ എന്നൊന്ന് ചോദിക്കണം. അങ്ങനെയെങ്കിൽ എത്ര രൂപ ലോൺ എടുത്തു എന്നൊന്ന് അവിടെ ജസ്റ്റ് ഒന്ന് എഴുതണം കേട്ടോ. ഇനി ഹൗ മച്ച് മണി വാസ് പെയ്ഡ് ബാക്ക്? ഇനി ലോൺ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ആ വാങ്ങിച്ച പൈസ, ബാങ്കിൽ നിന്ന് വാങ്ങിച്ച പൈസ മാത്രമല്ല കുറച്ച് കൂടുതൽ പൈസ കൊടുക്കേണ്ട വരും. അപ്പോൾ ടോട്ടലായിട്ട് എത്ര രൂപ തിരിച്ചു കൊടുത്തു ബാങ്കിലോട്ട് തിരിച്ച് എത്ര രൂപ ലോൺ എടുത്തവര് തിരിച്ചടച്ചു എന്നൊന്ന് കണ്ടുപിടിക്കാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് അവർ എഴുതുക. ഓക്കെ. Harriya and Babu want to buy a hand cart for ₹300. എന്താണ് ഈ കൈവച്ചിങ്ങനെ ഉന്തി തള്ളുന്ന ഈ സാധനങ്ങളൊക്കെ വെച്ച് കൈവച്ചിങ്ങനെ ഉന്തി തള്ളുന്ന ഒരു വണ്ടിയാണ് ഹാൻഡ് കാർട്ട് എന്ന് പറയുന്നത്. ബുള്ളോക്കാരെ കേട്ടില്ലേ, ഈ നമ്മുടെ ബുള്ളോസിനെയൊക്കെ വെച്ചിട്ട് വെച്ചിട്ട് ഓടുന്ന വണ്ടി. അതുപോലെ തന്നെ ഹാൻഡ് കാർട്ട് എന്ന് വെച്ചാൽ കൈവച്ച് ഇങ്ങനെ തള്ളി ആക്രിയിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി കൈവച്ച് തള്ളിക്കൊണ്ട് നീക്കുന്ന ഒരു വണ്ടി, കൈവണ്ടി 300 രൂപയ്ക്ക് ഇവർ രണ്ടുപേരും കൂടെ വാങ്ങിക്കുകയാണേ. I have taken a loan of ₹300 from a bank for 6 months. 6 മാസത്തെ അവധി പറഞ്ഞിട്ട് 6 മാസം കൊണ്ട് 300 രൂപ ലോൺ എടുത്തു. ആദ്യം ബാങ്കിൽ പോയി 300 രൂപ ലോൺ എടുത്തു. അപ്പൊ ബാങ്കുകാർ പറയുവാണ് 6 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി എന്ന് പറയാണ്, ഹാരിയോട് പറയാണ്. I will pay ₹51 every month to the bank. അപ്പോൾ 300 രൂപ ലോൺ എടുത്തു, 6 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി. ബാങ്കുകാർ എന്നിട്ട് പറഞ്ഞു ഓരോ മാസവും 51 രൂപ 51 rupees വീതം അടച്ചു കൊടുക്കുമ്പോൾ 6 മാസം ആകുമ്പോൾ താങ്കളുടെ പൈസ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആവും, ബാങ്ക് ലോൺ ക്ലോസ് ആവും എന്ന് ഹരിയെ അറിയിച്ചു. ഓക്കെ. അപ്പൊ ബാബു പറയുന്നത് എന്താണ്? ബട്ട് ഐ ഹാവ് ടേക്കൺ എ ലോൺ ഓഫ് ₹300 ഫ്രം ചുനിലാൽ. എന്താണ് ചുനിലാൽ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് അല്ലെ, ബാങ്ക് അല്ല, ഒരാളുടെ കയ്യിൽ നിന്ന് എന്താണ് 300 രൂപ ഈ ബാബു കടം വാങ്ങിച്ചു. എന്നിട്ടോ ആഫ്റ്റർ 6 months I will pay back ₹360. 6 മാസം കഴിഞ്ഞിട്ട് 300 രൂപ വാങ്ങിച്ചിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക്, ആ ചുനിലാൽ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ₹360 കൊടുക്കേണ്ടി വന്നു. അതായത് 300 രൂപ വാങ്ങിച്ചു 360 രൂപ കൊടുത്തു. എന്താണ് 60 രൂപ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വന്നല്ലേ. 6 മാസം കഴിഞ്ഞിട്ടാണ് കൊടുത്തത്, പക്ഷെ എന്നാലും കുറച്ച് പൈസ കൂടുതൽ കൊടുക്കേണ്ടി വന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, who has to pay back more, ഹരിയ and ബാബു? അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്ന വ്യക്തി ആരാണ്? ഹരിയാണോ ബാബുവാണോ? നമുക്കറിയാം ഹരിയ 300 രൂപ ലോൺ എടുത്തു, 51 രൂപ വെച്ചിട്ട് 6 മാസം കൊടുത്തു. അപ്പോൾ ടോട്ടൽ എത്ര രൂപ കൊടുത്തു എന്ന് ഹരിയ എത്ര രൂപ കൊടുത്തു എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? 51 രൂപ 6 മാസം കൊണ്ട് കൊടുത്തു. ഓക്കെ. 51 × 6, 51 + 51 + 51 + അങ്ങനെ 6 പ്രാവശ്യം കൂട്ടുന്നതിനെക്കാട്ടി നല്ലത് 51 × 6 എന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ എത്ര രൂപ കിട്ടി? അപ്പോൾ നമ്മുടെ ഹരിയ റുപ്പീസ്, ഉത്തരം ഇതാണ് 306. ഓക്കെ. അപ്പോൾ 6 മാസത്തിന് ശേഷം 300 രൂപ വാങ്ങിച്ച ബാങ്കിൽ നിന്ന് 6 മാസം 51 രൂപ വീതം മാസം 6 മാസം അടച്ചു കൊടുത്തപ്പോൾ ₹306 ബാങ്കിൽ അടയ്ക്കേണ്ടതായിട്ട് ഹരിയയ്ക്ക് വന്നു. ബാബുവിന്റെ കാര്യം ഡയറക്റ്റ് ആയിട്ട് പറയുന്നത് ബാബു 360 രൂപ 6 മാസത്തിന് ശേഷം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കേണ്ടി വന്നത് ആർക്കാണ്? ബാബുവിനാണ് അല്ലെ. 306 രൂപയെ നമ്മുടെ ഹരിയയ്ക്ക് കൊടുക്കേണ്ട വന്നുള്ളൂ, പക്ഷെ ബാബുവിന് 360 രൂപ കൊടുക്കേണ്ട വന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്ന വ്യക്തി ആരാണ്? ബാബു ആണ് അല്ലെ. അപ്പൊ അവിടെ എല്ലാവരും എഴുതിക്കേ ബാബു. ഇനി people laughed and teased us about our work. വീണ്ടും കിരൺ പറയാണ്, എല്ലാ ജനങ്ങളും ഇങ്ങനെ കളിയാക്കുകയും ശകാരിക്കുകയൊക്കെ ചെയ്തു. ഈ ആക്രി ബിസിനസ് എന്തിനാണ് ചെയ്യുന്നത്? നമുക്കാണെങ്കിൽ ഇന്ന് ഒരു മടുപ്പല്ലേ, എന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് എന്താണ് എല്ലാവരും ചിരിക്കുകയും പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തു. കിരണിന്റെ അമ്മായിയമ്മേനെയും.
they called it ganda kam or dirty business. എന്താണ് അവർ അതിനെ പറയുന്നത്, ആ ബിസിനസ്സിനെ അവർ ആക്രി ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗന്ധ കാം, ഒരു കൊള്ളാത്ത ബിസിനസ്സാണ്, ഡേർട്ടി ബിസിനസ് ആണ് എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കുകയാണ് ജനങ്ങൾ. ബട്ട് ഐ ഡിഡ് നോട്ട് തിങ്ക് സോ. പക്ഷെ എനിക്കത് അങ്ങനെ തോന്നുന്നില്ല. കിരൺ പറയുകയാണെ, ഐ ന്യൂ ദിസ് ഐഡിയ വുഡ് വർക്ക്. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല ഈ ഐഡിയ, ഈ ബിസിനസ് എനിക്ക് നല്ലപോലെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് കിരൺ പറയുകയാണെ. Now we will have a pukka house with electricity. ഇത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു പക്ക വീടാണ്. എന്താണ് ഒരു മെച്ചപ്പെട്ട, മറ്റേതൊരു മഡ് ഹൗസ് അല്ലായിരുന്നു, ഒരു മഡ് ഹൗസ് ആയിരുന്നു, ഒരു ഹട്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട വീടാണ്. We have a fridge, a TV, a gas stove. ഇപ്പോൾ ഫ്രിഡ്ജ് ഉണ്ട്, TV ഉണ്ട്, ഗ്യാസ് സ്റ്റവ് ഉണ്ട്, electricity ഉണ്ട്, കറണ്ട് ഉണ്ട്. My husband's brothers, sister and also my daughter go to school. പക്ഷേ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഭർത്താവിൻ്റെ സഹോദരങ്ങളും എന്താണ് സഹോദരിയും എന്താണ് മക്കളും അല്ലെ, ആൻഡ് ഓൾസോ മൈ ഡോക്ടർ എന്നാണ് ഈ കിരണിന്റെ മകളും സ്കൂളിൽ പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഐ ഹാവ് 9 റിക്ഷാസ് ഓഫ് മൈ ഓൺ. എനിക്ക് 9 റിക്ഷാസ് ഉണ്ട്. റിക്ഷയുടെ ഫോട്ടോ കണ്ടോ എല്ലാവരും? ഇതാണ് റിക്ഷ, സൈക്കിൾ പോലെ നമ്മൾ ആൾക്കാരെ കയറ്റി കൊണ്ടുപോകുന്ന ഒരു ഓട്ടോയ്ക്ക് പകരമായിട്ടുള്ള സൈക്കിൾ വണ്ടി. ഓക്കെ, അങ്ങനത്തെ 9 റിക്ഷ കിരണിന് സ്വന്തമായിട്ടുണ്ട്. I gave the rickshaws on rent, each 4 rupees 20 a day. 9 റിക്ഷകളുണ്ട്. ആ 9 റിക്ഷകളും ഞാൻ വാടകയ്ക്ക് റെന്റിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം എന്താണ് എനിക്ക് 20 രൂപ വീതം കിട്ടും. ഒരു വണ്ടിക്ക് 20 രൂപ വീതം ഒരു ദിവസം കിട്ടും. On Sundays I did not take any money from them. ഞായറാഴ്ച ദിവസം അവധി ആയതുകൊണ്ട് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കത്തില്ല എന്ന് പറയാമേ. How much does Kiran earn from 9 rickshaws in a day? അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 9 റിക്ഷാസ് ഉണ്ട് കിരണിന്. അങ്ങനെയെങ്കിൽ ഒരു ദിവസം ഒരു റിക്ഷക്കാരന്റെ കയ്യിൽ നിന്ന് വാടകയായിട്ട് 20 രൂപ കിരണിന് കിട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 9 റിക്ഷ ഉള്ള ഈ കിരണിന് എത്ര രൂപ കിട്ടും, ഒരു ദിവസം എത്ര രൂപ കിട്ടും എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഫോർ 1 rickshaw she gets rupees 20 per day. അല്ലെ, ഒരു റിക്ഷയ്ക്ക് ഒരു ദിവസം 20 രൂപ കിട്ടും. For 9 rickshaws she will earn rupees. അങ്ങനെയെങ്കിൽ എന്താണ് ഒരു ദിവസം ഒരു റിക്ഷയുടെ കയ്യിൽ നിന്ന് ₹20 ആണെങ്കിൽ ഒരു ദിവസം 9 റിക്ഷ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ₹20 × 9 അല്ലെ, ഇത് ഒരു റിക്ഷയിൽ നിന്ന് കിട്ടുന്ന വരുമാനം 20 rupees. ഇത് 9 റിക്ഷ എന്ന എണ്ണം. ഓക്കെ, 20 + 20 + 20 + 9 പ്രാവശ്യം കൂട്ടുന്നതിനെക്കാട്ടി നല്ലത് 20 × 9 ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം കിരണിന് കിട്ടുന്നത് എത്രയാണ്? ₹180. ഓക്കെ, ഒരു ദിവസം ഈ 9 റിക്ഷ ഉണ്ടായിട്ടും 9 റിക്ഷകളുടെ കയ്യിൽ നിന്നും കിരണിന് കിട്ടുന്നത് എത്ര രൂപ കിട്ടും? ₹180 കിട്ടും അല്ലെ. അവിടെ എഴുതിയൊക്കെ എല്ലാവരും 9 × 20. 20 × 9 = ₹180. Hey, I will do it like this. 9 × 2 is 80. So 9 × 20 is 180. എന്താണ് 9 × 2 എന്താണ് ഉത്തരം? 18 അല്ലെ. 2 9s are 18 ആണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് എന്താണ് ഒരു 0 ഉണ്ട്, ആ 0 എഴുതി കൊടുത്തു. ഓക്കെ, അപ്പോൾ 180 എന്ന ആൻസർ കിട്ടും. But I find this easier. For 10 rickshaws she will get ₹20 × 10. അപ്പോൾ ഒരു ഉറുമ്പ് പറഞ്ഞെന്താണ് ഇങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു അല്ലെ, 9 × 2 80, ആ 0 എഴുതി കൊടുത്ത് 180 കിട്ടി. മറ്റൊരു ഉറുമ്പ് പറയാണ്, ഉറുമ്പുകൾ തമ്മിൽ സംസാരിക്കുകയാണ്. മറ്റൊരു ഉറുമ്പ് പറയും ഞാൻ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. എന്താണ് 20 × 10. 20 × 10 ചെയ്ത് നോക്കി. 20 × 10 അല്ലെ, 20 രൂപ വെച്ച് 10 റിക്ഷ ഉണ്ടെങ്കിൽ ₹200 ആണ്. അങ്ങനെയെങ്കിൽ ആക്ച്വലി 10 റിക്ഷോസ് ഇല്ല, 9 റിക്ഷോസേ ഉള്ളു അല്ലെ. 20 20 10 പ്രാവശ്യം ആഡ് ചെയ്യുന്നതിന് തുല്യമാണ് 20 × 10 = ₹200. അങ്ങനെയെങ്കിൽ 9 റിക്ഷയിലേ ഉള്ളൂ. അപ്പൊ ഈ 200ൽ നിന്ന് ഒരു 20 മൈനസ് ചെയ്തല്ലേ. അപ്പൊ എന്താണ്? ₹180. 200 - 20 = ₹180 അല്ലെ. 10 റിക്ഷ ഉണ്ടെങ്കിൽ നമുക്കറിയാം 2 × 1 എന്താണ്? 2. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, 2 0 എഴുതി കൊടുത്തു 200. ഓക്കെ, അപ്പോൾ
10 റിക്ഷയ്ക്കാണ് 200 റുപ്പീസ്. അപ്പോൾ ആക്ച്വലി 9 റിക്ഷയേ ഉള്ളൂ. അപ്പം 20നെ 10 പ്രാവശ്യം ആഡ് ചെയ്ത് 9 പ്രാവശ്യം ആഡ് ചെയ്താൽ മതി. അപ്പം ഒരു 20 എങ്കിൽ ലെസ് ചെയ്ത് കളഞ്ഞിട്ട് മൈനസ് ചെയ്ത് 200 മൈനസ് 20 റുപ്പീസ് 180 അല്ലേ. ഒരു ഉറുമ്പ് വേറെ ഒരു കണക്ക് തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് ഇഷ്ടം അത് നമുക്ക് എളുപ്പം എനിക്ക് തോന്നുന്ന രീതിയിൽ, പക്ഷെ കറക്റ്റ് ഉത്തരമായിരിക്കണം, അത് മസ്റ്റ് ആക്കാം. കറക്റ്റ് ഉത്തരമാണെന്ന് അറിഞ്ഞാൽ നമുക്ക് പല രീതിയിലും നമുക്കൊരു ക്വസ്റ്റ്യനെ സമീപിക്കാം. ഓക്കെ, ഇനി think of some other ways to do it. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇപ്പം ഈ പറഞ്ഞ ഈ 3 രീതികളും വെച്ച് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം നോക്കുന്നത് എന്താണ്? 20 + 20 + 20 അങ്ങനെ 9 പ്രാവശ്യം കൂട്ടുന്നതാണോ? 20 × 9 20 × 9 എന്താണ് 180 ഉത്തരം എളുപ്പത്തിൽ ചെയ്യുന്നതാണോ? അല്ലെങ്കിൽ 20 × 10 ചെയ്ത് 200 കിട്ടും. ആ 200ൽ നിന്ന് 20 പിന്നെയും കുറച്ച് 180 എന്ന് കണ്ടുപിടിക്കുന്നതാണോ? ഏതാണ് എളുപ്പം? നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ അങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, ചിന്തിച്ചു നോക്കാം. നമുക്ക് മാത്സ് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയൊക്കെ ചെയ്തെടുക്കാം എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഓക്കെ, in a week how much does Kiran earn from one rickshaw? അങ്ങനെയെങ്കിൽ ഒരാഴ്ച ഒരു ദിവസം 180 റുപ്പീസ് കിട്ടും നമ്മൾ പറഞ്ഞേക്കുന്നത്. അങ്ങനെയെങ്കിൽ കിരണിന് എന്താണ് ഒരാഴ്ചയിൽ എത്ര രൂപ കിട്ടും? കിരൺ പറഞ്ഞിട്ടുള്ളൂ ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. കിരൺ പറഞ്ഞു ഞാൻ സൺഡേസിൽ പൈസ ആരുടെ കയ്യിൽ നിന്ന് റെന്റ് വാങ്ങിക്കത്തില്ല, വാടക വാങ്ങിക്കത്തില്ല. അപ്പോൾ ഒരാഴ്ചയിൽ 6 ദിവസത്തെ വരുമാനം കിരണിനുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഒരു ദിവസം 180 കിട്ടുമെങ്കിൽ 6 ദിവസം 180 × 6 ഓക്കെ എന്ത് കിട്ടും? അതായിരിക്കും ഉത്തരം അല്ലേ. In a week how much does Kiran earn from one rickshaw? sorry പറഞ്ഞിരിക്കുന്ന കറക്റ്റാണ്. പക്ഷെ ഇവിടുത്തെ ചോദ്യം ഒരു ആഴ്ചയിൽ, അതായത് ഇവിടെ 6 ദിവസമേ ഉള്ളൂ. 7ാമത്തെ ദിവസം സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് 7ാമത്തെ ദിവസം റിക്ഷോസിന് റെന്റ് വാങ്ങിക്കത്തില്ല. അപ്പോൾ ഒരു റിക്ഷോയുടെ കയ്യിൽ നിന്ന് 6 ദിവസം അല്ലെ 6 ദിവസം 9 റിക്ഷ ഉണ്ട്, ആ കാര്യമല്ല. ഒരു റിക്ഷോയുടെ കയ്യിൽ നിന്ന് 6 ദിവസം എത്ര രൂപ കിരണിന് കിട്ടും? അപ്പോൾ ഒരു ദിവസം 20 ആണെങ്കിൽ പിറ്റേ ദിവസം 20 അങ്ങനെ 6 ദിവസം ആയപ്പോൾ 20 × 6 റുപ്പീസ് 120. ഓക്കെ, ഒരു റിക്ഷയുടെ കാര്യമാണ് പറയുന്നത്. അവിടെ ചോദ്യം അതാണ്. In a week how much does Kiran earn from one rickshaw? ഒരു റിക്ഷയുടെ കയ്യിൽ നിന്ന് കിരൺ ഒരാഴ്ച എത്ര രൂപ സമ്പാദിക്കുന്നു? ഒരു ദിവസം സമ്പാദിക്കുന്നത് 20 രൂപയാണ്. ആഴ്ചയിൽ 7ാമത്തെ ദിവസം റെന്റ് വാങ്ങിക്കത്തില്ല. അപ്പോൾ ആഴ്ചയിൽ 6 ദിവസമേ റെന്റ് വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ 20 എന്ന് പറയുന്നത് 6 പ്രാവശ്യം ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 20 × 6 that is equal to 6 × 2 12 0 എഴുതി റുപ്പീസ് 120. അവിടെ എഴുതിയിട്ടുള്ള 20 × 6 equal to റുപ്പീസ് 120. ഇനി 4 × 81 ഒരു ഉറുമ്പ് പറയണേ. 4 × 81 is 4 more than 4 × 80 അല്ലേ. 4 × 81 എന്ന് പറയുന്നത് എന്താണ്? 81 എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം ആഡ് ചെയ്യുക അല്ലെ. 81 + 81 + 81 + 81 അല്ലെ. അങ്ങനെയെങ്കിൽ എന്താണ് 80 + 80 + 80 + 80 പ്ലസ് ഇവിടെ എന്ത് മിച്ചമുണ്ട്? ഈ 1 2 3 4 അല്ലേ, +4 സത്യമല്ലേ. ഇവിടെ എന്താണ് ഈ ഒരു 81 80 + 1 എന്നാക്കി. ഓക്കെ, ഇപ്പുറത്തെ 80നെ 81നെയും 80 + 1 എന്നാക്കി, അപ്പുറത്തേനെയും 80 + 1 എന്നാക്കി, 80 + 1 എന്നാക്കി. ഈ 4 81നെയും 80 + 1 80 + 1 80 + 1 81 + 1 എന്നാക്കി. എന്നിട്ട് ഈ 80സ്നെല്ലാം ഒരുമിച്ച് എഴുതി 80 + 80 + 80 + 80 എന്ന് എഴുതി. എന്നിട്ട് ഈ 1 എല്ലാം ആഡ് ചെയ്ത് എഴുതി 4. കണ്ടോ? ഇങ്ങനെ ചെയ്താലും 4 × 81 ഒറ്റയടിക്ക് ചെയ്താലും 81 ഒരുമിച്ച് ഇങ്ങനെ 4 പ്രാവശ്യം ആഡ് ചെയ്താലും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്താലും ഒരേ ഉത്തരം തന്നെ ആയിരിക്കും അല്ലേ. പല രീതിയിൽ നമുക്ക് മാത്സ് ചെയ്യാൻ പറ്റും. അതാണ് മാത്സ് ഒരു മാജിക് ആണെന്ന് പറയുന്നത്. ശരിക്കും മാത്സ് ഒരു മാജിക് തന്നെയാണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ഡു ഇറ്റ് മെന്റലി ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ്. ഇത് നിങ്ങൾ മൈൻഡിൽ ചെയ്ത് നോക്കുക, എന്നിട്ട് ഉത്തരം അവിടെ എഴുതുക. 2 × 6 12. ഇത്രയും പെട്ടെന്ന് പറയാൻ പറ്റും. 20 × 6 എന്താണ്? 2 × 6 12 കിട്ടി, ഒരു 0 ഉണ്ട്. അപ്പോൾ 120 120. 2 × 60 2 × 6 ചെയ്യുമ്പോൾ എന്താണ്? 2 × 6 12.
12ന്റെ കൂടെ ഒരു 0 ഉണ്ട്. അപ്പോൾ 120. ഇത്രയും അതാണ്. 3 × 42 എന്താണ്? 42 × 3. 42 + 42 + 42 എന്ത് കിട്ടും? ആദ്യം നമ്മൾ 42നെ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഉത്തരം എന്ത് കിട്ടും? 2 3s are 6. പിന്നെ 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഉത്തരം എന്ത് കിട്ടും? 12. ഉത്തരം എന്ത് കിട്ടി? ടോട്ടൽ ഉത്തരം എന്ത് കിട്ടി? 126 എന്ന് കിട്ടി. ഇനി 4 × 80. 8 4s are എന്താണ്? 32. 32യുടെ കൂടെ ഒരു 0. 320. ഇനി 4 × 81. നമുക്കറിയാം 4 × 80 എന്ന് പറയുന്നത് 320 ആണ്. അപ്പോൾ 4 × 81 എന്ന് പറയുന്നത് 320യുടെ കൂടെ 4 ആഡ് ചെയ്യണം. 324. ഓക്കെ. 9 × 25. 25ന് എന്ത് കിട്ടും? 9 × 25. നമുക്കൊരു കാര്യം ചെയ്യാം. 9 × 20 പ്ലസ് 9 × 5 എന്ന് ചെയ്യാം. 20നെ സ്പ്ലിറ്റ് ചെയ്ത് 20 ആക്കി 25നെ സ്പ്ലിറ്റ് ചെയ്ത് 20 ആക്കി 5 ആക്കി. 920 എന്താണ്? 9 2s are 80. 180 പ്ലസ് 9 5s are എന്താണ്? 45. ഇത്ര എന്ത് കിട്ടും? 225 എന്ന് കിട്ടും. എളുപ്പമല്ലേ? ബുക്ക് എടുത്ത് 25 × 9 എന്നൊക്കെ എഴുതേണ്ട ആവശ്യം വന്നോ? ഇല്ല. നമുക്ക് പല രീതിയിൽ മാത്സ് സോൾവ് ചെയ്യാൻ പറ്റും. 31 × 9. 31 × 9 എന്താണ്? നമ്മൾ ആദ്യമേ വൺസിന്റെ സ്ഥാനത്തുള്ള എന്താണ് 1 എന്ന നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 9. ഇനി ടെൻസിന്റെ സ്ഥാനത്തുള്ള 3നെയും 9നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 9 3s are 27. ഉത്തരം എന്ത് കിട്ടി? 279. ഓക്കെ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്താൽ മതി. ഇനി എന്താണ്? ഐ ഹാവ് മൈ ഓൺ സ്മോൾ ജങ്ക് ഷോപ്പ്. ഇത് സ്വന്തമായിട്ടൊരു കിരൺ പറയുകയാണെങ്കിൽ സ്വന്തമായിട്ടൊരു ജങ്ക് ഷോപ്പ് ഉണ്ട്, ഒരു ആക്രിക്കടയുണ്ട്. ഐ ബൈ ജങ്ക് ഫ്രം ജങ്ക് കളക്ടേഴ്സ്. എന്താണ് ജങ്ക് കളക്ടേഴ്സ്? ഈ ആക്രി എല്ലാം നമ്മുടെ വീടുകളിലൊക്കെ വന്ന ആക്രി ഉണ്ടോ എന്നൊക്കെ ചോദിക്കത്തില്ലേ, അവരെയാണ് ജങ്ക് കളക്ടേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ഈ കിരൺ ആക്രികൾ പൈസ കൊടുത്ത് വാങ്ങിക്കും. They go from houses to house and bring junk from hand cars. I then sell it at a big shop. എന്താണ്? നമ്മുടെ വീടുകളിലൊക്കെ വന്ന് ആക്രിയൊക്കെ കളക്ട് ചെയ്യുന്ന അവരുടെ കയ്യിൽ ആക്രിയൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോകും. അവരുടെ കയ്യിൽ നിന്ന് വില കൊടുത്ത് കിരൺ ആക്രി സാധനങ്ങളെല്ലാം ഒരുമിച്ച് വാങ്ങിക്കും. എന്നിട്ടോ കിരണിന്റെ കയ്യിൽ കിട്ടിയ ഈ മൊത്തം ആക്രി സാധനങ്ങൾ കിരൺ ഒരു വലിയ ആക്രി കടയിലോട്ട് രണ്ടാമത് വിൽപ്പന ചെയ്യും. ഓക്കെ. ബാക്കി കാര്യങ്ങളെല്ലാം മിസ് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചു തരാം. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. എളുപ്പമാണ്, സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക. ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.